കാസർഗോഡ് നാൽത്തടുക്കയിൽ മോഷണക്കുറ്റം ആരോപിക്കപ്പെട്ടതിന്റെ പേരിൽ യുവതി ജീവനൊടുക്കിയ സംഭവം. അന്വേഷണം ഊർജിതമാക്കിയ പോലീസ്. നാൽത്തടുക്കയിലെ നബീസത്ത് ജസീലയാണ് മരിച്ചത്. നിങ്ങൾ ജോലി അന്വേഷിച്ച് സമയം കളഞ്ഞോ? എന്നാൽ ഇനി ഒട്ടും വിഷമിക്കണ്ട. 10ാം ക്ലാസ് യോഗ്യതയുള്ള വനിതകൾക്ക് ആകർഷകമായ പ്രതിമാസ ശമ്പളത്തോടെ ഇതാ ഒരു സുവർണാവസരം. മാർച്ച് 5-ന് കാഞ്ഞങ്ങാട് എമിറേറ്റ്സ് ഹോട്ടലിൽ രാവിലെ 10 മണിക്ക് നടക്കുന്ന ഇന്റർവ്യൂവിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. മോഷണക്കുറ്റം ആരോപിക്കപ്പെട്ടതിന്റെ മനോവിഷമത്തിൽ യുവതി എലിവിഷം കഴിച്ച് ജീവനൊടുക്കിയ കേസിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ആലമ്പാടി നാൽത്തടുക്കയിലെ നബീസത്ത് ജസീലയാണ് വെള്ളിയാഴ്ച ഇന്ദിരാനഗറിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് മരണപ്പെട്ടത്. ഫെബ്രുവരി 15-നാണ് ജസീലയെ എലിവിഷം കഴിച്ച നിലയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. 2 മക്കളുടെ മാതാവായിരുന്നു ജസീല. ബോവിക്കാനം പൂവലിലുള്ള ഭർത്തൃവീട്ടിന് സമീപത്തെ വീട്ടിൽ നിന്ന് 9.5 പവൻ സ്വർണം മോഷണം പോയിരുന്നതായി പറയുന്നു. മോഷണത്തിന് പിന്നിൽ ജസീലയാണെന്ന് കാണിച്ച് പ്രസ്തുത വീട്ടുകാർ ആദൂർ പോലീസിൽ പരാതി നൽകിയിരുന്നു. പരാതി രജിസ്റ്റർ ചെയ്ത പോലീസ് ജസീലയുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നുവെങ്കിലും കേസെടുക്കാൻ തയ്യാറായില്ല. താൻ മോഷണം നടത്തിയിട്ടില്ലെന്നായിരുന്നു ജസീലയുടെ മൊഴി. ഇതിന് പിന്നാലെ പരാതി നൽകിയ ആളും ഭർത്തൃവീട്ടുകാരും ജസീലയുടെ വീട്ടിലെത്തി പ്രശ്നമുണ്ടാക്കിയെന്നും പരാതി ഉയർന്നിരുന്നു. ഇതോടെ മാനസികമായി തകർന്ന ജസീല സ്വന്തം വീഡിയോ ചിത്രീകരിച്ച് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തു. ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ താൻ കുറെ അനുഭവിക്കുന്നുണ്ട്, എന്റെ സത്യം ആരും വിശ്വസിക്കുന്നില്ല എന്നാണ് വീഡിയോയിൽ പറയുന്നത്. ഞാൻ എന്തായാലും ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ കുറെ ശിക്ഷ അനുഭവിക്കുന്നുണ്ട്. എന്റെ ഫ്രണ്ടിന്റെ ഉമ്മാന്റെ ഗോൾഡ് മിസ്സായി ഞാൻ എടുത്തുന്നാ പറയുന്നത്. ഞാൻ എടുത്തിട്ട് പോലില്ല, കരയത്ത് പോലില്ല, അങ്ങനത്തൊരു സ്വർണ്ണം ഉള്ളത് പോലും എന്റെ പേരിൽ എന്തൊക്കെയോ ഞാൻ ഏതൊക്കെ ചെക്കന്മാരൊക്കെ കോഴിക്കോട് പോയിട്ട് റൂം എടുത്തിട്ട് നിന്ന് അങ്ങനെ എന്തൊക്കെയോ ആരോപണം പറഞ്ഞു നടക്കുക. അവര് ഹസ്ബൻഡിന്റെ വീട്ടുകാർ എല്ലാരും അറിഞ്ഞില്ല കാര്യം. എന്റെ വീട്ടിൽ ആർക്കും സമാധാനമില്ല. വീഡിയോ പുറത്തുവിട്ടതിനു ശേഷമാണ് ജസീല വിഷം കഴിച്ചത്. മരണം സംഭവിച്ചതോടെ സംഭവം വിവാദമായി. ആത്മഹത്യ സംബന്ധിച്ച് വിദ്യാനഗർ പോലീസ് സ്വമേധയാ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ഇൻസ്പെക്ടർ KP ഷൈനിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം. അന്വേഷണത്തിന്റെ ഭാഗമായി ജസീലയുടെ കുടുംബക്കാരിൽ നിന്നും പോലീസ് മൊഴിയെടുത്തു. ആരോപണ വിധേയരായ വീട്ടുകാരിൽ നിന്നും ഭർത്തൃവീട്ടുകാരിൽ നിന്നും മൊഴിയെടുക്കുമെന്ന് പോലീസ് അറിയിച്ചു. ജസീലയുടെ മരണമൊഴി മജിസ്ട്രേറ്റും രേഖപ്പെടുത്തിയിരുന്നു. വീഡിയോയിൽ പറയുന്ന കാര്യങ്ങളാണ് രഹസ്യമൊഴിയിലും ഉള്ളതെന്നാണ് സൂചന. എന്നാൽ പോലീസിന്റെ ഭാഗത്തു നിന്നും മകൾ നേരിട്ടത് കടുത്ത മാനസിക സമ്മർദ്ദമെന്നും പരാതി എഴുതി വാങ്ങാൻ പോലീസ് തയ്യാറായില്ലെന്നും ജസീലയുടെ മാതാവ് പറഞ്ഞു. ന്യൂസ് 14 ലൈവ്, കാസർഗോഡ്.